കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മൾ വിഷയം വെച്ചാൽ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാൻ. സ്നേഹം എല്ലാവർക്കും എല്ലാ കാലത്തും കൊടുക്കാൻ പറ്റുന്നൊരു വികാരമാണ്. സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാവാം, ബന്ധുക്കൾ തമ്മിൽ ഉണ്ടാവാം, സഹോദരിമാർ തമ്മിൽ സഹോദരി തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാവും. അല്ലാതെ തന്നെ ഈ പ്രേമിക്കുന്ന സ്നേഹബന്ധമുണ്ട്, അത് വേറെ. അപ്പം അതിനുള്ള പ്രതിവിധി വേറെയാണ്. അപ്പം നമുക്ക് വ്യക്തിബന്ധം സ്നേഹബന്ധം ഒക്കെ നിലനിർത്താനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നമ്മൾ വളരെ നാളായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടിരുന്നവർ ആ സ്നേഹം ചിലപ്പം തിരിച്ചു കിട്ടാത്ത അവസ്ഥ വരും. അത് ഈ പറഞ്ഞ പോലെ രണ്ടുപേര് ഒരുമിച്ച് നടക്കുന്ന കാണുമ്പം കണ്ണുകടിയുള്ള ആൾക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്യാം, ഈ പറഞ്ഞ് ഏഷണി കൂട്ടുന്ന അവസ്ഥ വരാം, ഒരാളെക്കുറിച്ച് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പിരിപ്പിക്കുന്ന അവസ്ഥ വരാം. അപ്പം അങ്ങനെ ഏത് രീതിയിലുള്ള വിഷയം ആയിക്കോട്ടെ, ദൈവാധീനം ഒന്ന് നോക്കണം, വേണ്ടാന്നല്ല. ദൈവാധീനം നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന പ്രതിവിധികൾ ചെയ്യണം. മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നമ്മളീ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുകയും ചെയ്യും. ആ വ്യക്തിബന്ധം എല്ലാ കാലവും നിലനിൽക്കുകയും ചെയ്യും. അപ്പം അതിൽ ഒന്നാമത് വ്യക്തിബന്ധം നിലനിൽക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും സ്നേഹമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ചെയ്യാനുള്ള കാര്യമാണ്. രണ്ടുപേരും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് 3 ദിവസം അടുപ്പിച്ച് അവിടെ ഭഗവാന് കയ്യിൽ കദളിപ്പഴം രാവിലെ കൊടുത്ത്, അതിൽ തിരക്കില്ലാത്ത അമ്പലം നടക്കുകയുള്ളൂ, രാവിലെ കൊടുത്ത് വൈകുന്നേരം അത് തിരിച്ചു വാങ്ങിച്ച് നമ്മൾ അത് രണ്ടുപേരും കഴിക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരുടെയും പേരിലും നാളിലും ഐകമത്യ സുക്താർച്ചന 1 വർഷം ശിവപാർവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന ശിവനോ വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ശിവനോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് അതിനെ ഉണ്ടാവും. 1 വർഷം നമുക്കത് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വാവിന് ഉപവാസവ്രതം നമുക്കെടുക്കാം. അതുപോലെ തന്നെ ഈ ചതുർത്ഥിക്ക് നമുക്ക് ഉണ്ണാവ്രതമായിട്ട്, ഉറങ്ങാവ്രതമായിട്ട്, മൗനവ്രതമായിട്ട് ഒക്കെ എടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലുള്ള വിഷയം മാറിക്കിട്ടും. അതുപോലെ നിത്യം ഗുരുതിയുള്ള ക്ഷേത്രത്തിൽ ഒന്നുകിൽ 7, അല്ലെ 14, അല്ലെ 21, അല്ലെ 23, 28, 36, 41 എന്നീ അളവിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ആ രണ്ടുപേരും ഒരുമിച്ച്, ഇല്ലെങ്കിൽ ഒരാളായാലും മതി, ആ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുന്ന രീതിയിൽ അവിടെ ക്ഷേത്രത്തിൽ ഭജന വരുന്ന, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ആ ഒരു ലളിത ജീവിതം നയിക്കുക പറ്റാവുന്നത്രയും ദിവസം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമാമഹേശ്വരന്, അതായത് ശിവനും പാർവതി, ലക്ഷ്മി നാരായണന്, ശങ്കരനാരായണന്, അപ്പം അങ്ങനെയുള്ള 2 ദേവതാ സങ്കല്പങ്ങൾ ഒരുമിച്ചുള്ള ക്ഷേത്രത്തിൽ, ഒരു പീഠത്തിലായിട്ടായിക്കോട്ടെ, ഒരു ക്ഷേത്രത്തിൽ തന്നെ ഒരു ഒറ്റ ശ്രീകോവിലിനകത്തായിക്കോട്ടെ, അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ നമുക്ക് ഉണ്ണിയപ്പം വഴിപാട് രണ്ടുപേരുടെയും പേരിലും നാളിലും, അതും ഈ പറഞ്ഞതുപോലെ തന്നെ 36 അല്ലെ 51 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുപ്പിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1 എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സ്നേഹബന്ധം നിലനിൽക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാനും സാധിക്കും. പിന്നെ നമുക്ക് സംവാദസുക്ത ഹോമം അല്ലെ ഐകമത്യ സുക്ത ഹോമം ഒക്കെ നമുക്ക് രണ്ടുപേരുടെയും കാലം ഐകമത്യം നിലനിൽക്കാനായിട്ട് നമുക്ക് ചെയ്യാം. പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അശ്വാരൂഢ ഹോമം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഇനിയും സ്നേഹിച്ച ഒരു സ്ത്രീയും പുരുഷനുമാണ് സ്നേഹിച്ചത്, അവർക്ക് ഒന്നിക്കാനുള്ള യോഗം കവടി പ്രശ്നത്തിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ, എത്ര പിണങ്ങി നിൽക്കുന്ന സ്ത്രീയും പുരുഷനും ആയിക്കോട്ടെ, നമ്മൾ ആ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുകയും ആ ഒരു പിണക്കം മാറി ഇവർ ഒന്നിക്കുകയും ചെയ്യും. അതിനുള്ള ഒന്നാമത്തെ ക്രിയാഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാണേശി വശ്യകർമ്മം എന്ന് പറഞ്ഞ കർമ്മമുണ്ട്, കാമേശി വശ്യകർമ്മം എന്ന് പറഞ്ഞ കർമ്മമുണ്ട്, മഹാവശ്യകർമ്മം എന്ന് പറഞ്ഞ് 4 ബ്രാഹ്മിൺസിനെ ആയിട്ടിരുത്തി, അല്ലെങ്കിൽ 4 കർമ്മികളായിട്ടിരുത്തി ചെയ്ത മഹാവശ്യകർമ്മമുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, പൗർണമിക്ക് താമരമുട്ട് 108 താമരമുട്ട് തേന് മുക്കി, പല മന്ത്രങ്ങളുണ്ട്, അത് പേര് പോലും പറയാൻ പറ്റാത്ത മന്ത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ബൃഹത് മന്ത്രങ്ങളാൽ നമുക്ക് ഹോമങ്ങൾ ചെയ്യാം. ഹോമങ്ങൾ ചെയ്ത് ഈ പിണങ്ങി നിൽക്കുന്നവരെ നമുക്ക് അടുപ്പിക്കാൻ സാധിക്കും. ഈ പിണങ്ങി നിൽക്കുന്ന സ്ത്രീയും പുരുഷനും ആയാൽ പോലും ഐകമത്യ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, നല്ല വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഒന്നിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്.
അതുപോലെ ഇവരെ പിണങ്ങാനായിട്ട് ഈ പറഞ്ഞ ശത്രുതമായിട്ട് എന്തെങ്കിലും കർമ്മം ഉണ്ടെങ്കിൽ ആ വിഷയം മാറ്റിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവൂ. ചെയ്തു കഴിഞ്ഞാൽ 100% ഫലപ്രാപ്തി ഉണ്ടാവും. സ്ത്രീയും പുരുഷനുമാണ് പിണങ്ങി നിൽക്കുന്നതെന്നൊരിക്കൽ ഇവർക്ക് യന്ത്രങ്ങളൊക്കെ ധാരാളം, ഒന്നിക്കാനുള്ള യന്ത്രങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അതുപോലെ സ്നേഹബന്ധമായിട്ട്, അല്ലാതെ വ്യക്തിബന്ധം, സ്നേഹബന്ധം, അല്ലാതെ സഹോദര സ്നേഹമായിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവർ പിണങ്ങിയാലും ഇവർക്ക് പറഞ്ഞ പരിഹാരം എന്ന രീതിയിൽ യന്ത്രങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതും നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ കുടുംബ ജീവിതത്തിലായാലും വ്യക്തിബന്ധത്തിലായാലും ഒക്കെ ഒരു ഐക്യതയും ആത്മാർത്ഥതയും കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുകയും ഒക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.